ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിൽ ആകെ മിഥുനെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരൻ കുറച്ച് വൈകിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലേക്ക് എത്തുമ്പോ തന്നെ ദേവി പുറത്തേക്ക് പോകുന്നതാട്ടോ കാണുന്നത്. ദേവിയുടെ ബാലൻ മോളിത് എങ്ങോട്ടാ? ഞാനേ ആനന്ദേട്ടന്റെ ഭക്ഷണം ഇട്ട് പോവാ. അല്ല ബാലച്ചൻ എന്താ ഈ സമയത്ത്? അതോ എനിക്ക് ബാങ്ക് വരെ പോണായിരുന്നു മോളെ, തിരിച്ച് ഇങ്ങോട്ട് വന്ന് കേറിയിട്ട് പോകുന്നേ ഉള്ളൂ. ബാലച്ച, പിന്നെ ഞാൻ ബാലച്ചനോട് പറഞ്ഞ കാര്യം ബാലച്ച മറന്നുപോയോ? എന്താ മോളെ? അല്ല, ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നം നടക്കേണ്ടത്. ആര്യനും മിത്രക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവർക്ക് എന്ത് പ്രശ്നമോ മോളെ? ഞാൻ സംസാരിച്ചായിരുന്നു, എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി. അതേ ബാലച്ച, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ബാലച്ചന് എന്തൊരു കാര്യം അറിയാവോ? ദേ, ആര്യനും മിത്ര ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഇത്ര പെട്ടെന്ന് എത്തിയോ? എത്തിയെന്ന് മാത്രല്ല, ആര്യന്റെ കയ്യിൽ നല്ല മുറിവുണ്ട്. മുറിവോ? അതെങ്ങനെ സംഭവിച്ചു? ബൈക്കിൽ നിന്നൊക്കെ വീണതെന്നൊക്കെയാ പറയണത്. പക്ഷെ എനിക്ക് തോന്നണില്ല ബാലച്ച അത് ബൈക്കിൽ നിന്ന് വീണതാണ്. ബൈക്കിൽ നിന്ന് വീണ പോലത്തെ മുറിവല്ല അത്. മാത്രമല്ല, ചോദിക്കുമ്പോ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ രണ്ടുപേരും പറയണത്. രണ്ടുപേരുടെ മുഖത്ത് ഭയങ്കര പേടിയുണ്ട്. ബാലച്ചനൊന്ന് നോക്കിക്കോണേ, ഈ വീടിന്റെ കാര്യം പ്രത്യേകം ബാലച്ച ശ്രദ്ധിക്കണേ. ഞാൻ ഫുഡ് കൊടുത്തിട്ട് വരാം ബാലച്ച. ശരിയെന്ന് പറയാണ്. അങ്ങനെ ദേവി പുറത്തേക്ക് പോകണ്ട്. ബാലനും അങ്ങനെ അങ്ങനെയൊക്കെയോ ഒരു സംശയം പോലെ ഇങ്ങനെ തോന്നുക കേട്ടോ. ബാലൻ നേരെ അവരുടെ റൂമിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കണം. അപ്പൊ ആര്യയും മിത്രനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ആര്യന്റെ മിത്ര പറയുന്നുണ്ട്, ആര്യ, എനിക്ക് വല്ലത് പേടിയാവുന്നു ആര്യ. മിഥുൻ അവൻ മരിച്ചു കാണോ? ഓഫ്, എന്റെ മിത്ര, നീ തന്നെ ഇതിന്റെ ഇത്ര പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അവൻ മരിക്കാതിരിക്കുക എന്തിലും ചെയ്യട്ടെ, നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല. എന്നാലും എനിക്കെന്തോ വളരെ ടെൻഷൻ പോലെ തോന്നുന്നു. അവന്റെ മൂക്കിന്നും ചെവിന്നൊക്കെ ബ്ലഡ് വരുന്നത് ആര്യ ശ്രദ്ധിച്ചില്ലേ? അവൻ മരിച്ചിട്ടുണ്ടാവും ആര്യ. അങ്ങനെ അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ? നമ്മൾ അന്വേഷിച്ച് പോലീസുകാരൊക്കെ വരും ആര്യ. അവൻ മരിച്ച വിവരം ഇപ്പൊ എല്ലാവരും അറിയുമല്ലേ? പത്രക്കാരും ടി വിക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ? എന്റെ മിത്ര, അവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കല്ലേ? അവൻ മരിച്ചെങ്കിൽ മരിച്ചു, മരിച്ചവരങ്ങോട്ട് മരിക്കട്ടെ എന്ന് ആര്യം പറയാണ്. അത് കേട്ടുകൊണ്ട് ബാലൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അല്ല, നിങ്ങൾ ആര് മരിക്കണമെങ്കിൽ മരിക്കട്ടെ എന്നാ പറയുന്നത്? അതോ, അത് അങ്കിളെ വേറെ ആരുമല്ല, എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു അപ്പൂപ്പനുണ്ട്, ഭയങ്കര പ്രായമുള്ള പുള്ളിയാണ്. അപ്പൊ ആ പുള്ളി മരിച്ചു. അപ്പൊ അതിനെ കുറിച്ച് പറയായിരുന്നു. ഓ, അതിനെ കുറിച്ച് പറയായിരുന്നോ? അല്ല, നീ എവിടുന്നോ വീണെന്നൊക്കെ പറഞ്ഞല്ലോ. അതെ, ചെറുതായിട്ടൊന്ന് വണ്ടിയിൽ നിന്ന് വീണതാ അച്ഛാ എന്ന് പറയാണ്. എന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നോ? കാണിച്ചു, അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി. എന്നിട്ട് അവർ എക്സ്റേ ഒക്കെ എടുത്തോ? ഇല്ല, എക്സ്റേ ഒന്നും എടുത്തില്ല. അത്രക്കുള്ള വലിയ മുറിവൊന്നും ഇല്ല അച്ഛാ, ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ. അല്ല, എക്സ്റേ എന്താ അവർ എടുക്കാത്ത? ഇങ്ങനെ മുറിവ് പറ്റി എക്സ്റേ എടുക്കേണ്ടതല്ലേ, പ്രത്യേകിച്ച് ബൈക്കിൽ നിന്ന് വീഴുമ്പോ. നീ ഒരു കാര്യം ചെയ്യും മോളെ, മിത്രേ റെഡിയാവും, നമുക്ക് ഹോസ്പിറ്റൽ വരെ പോവാം, വേറൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം. അയ്യോ അങ്കിളെ, കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിലും സാരില്ല, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ, എക്സ്റേയുടെ കാര്യങ്ങളും കൂടി എടുപ്പിക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം. വേണ്ട അച്ഛാ, അതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയാണ്. നിങ്ങൾക്ക് അത് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ അച്ഛനമ്മമാർക്ക് അങ്ങനെയല്ല. മക്കളൊന്ന് വീണാലോ, അവർക്ക് ജലദോഷം വന്നാലോ പനി വന്നാലോ പിന്നെ അവരുടെ മനസ്സിൽ അത് മാത്രമായിരിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആ വീണ ചിന്തയെ ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അല്ല, ഇത് ബൈക്കിൽ നിന്ന് വീണ തന്നെയാണോ? കണ്ടിട്ട് ബൈക്കിൽ നിന്ന് വീണ പോലെ തോന്നുന്നില്ലല്ലോ എന്ന് പറയാണ്. അയ്യോ, ബൈക്കിൽ നിന്ന് വീണ തന്നെയാണ് അച്ഛ എന്ന് പറയാണ്. ആണോ മോളെ? അതേ അങ്കിളെ, ബൈക്കിൽ നിന്ന് വീണതാ. അതെ, ആ ചെളിയിലേക്ക് വീണപ്പോ കൈയൊന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞതാ. ഓ, അങ്ങനെയാണല്ലോ. വേറെ എവിടെയും മുറിവൊന്നും ഇല്ലല്ലോ? ഇല്ല അച്ഛ, ഇവിടെ മാത്രമേ മുറിവുള്ളൂ. അല്ല, ഞാൻ എടുത്തെടുത്ത് ചോദിക്കാൻ കാരണം നിങ്ങളുടെ മുഖം കണ്ടിട്ടാണ്. രണ്ടുപേരുടെ മുഖത്ത് വല്ലാത്ത ഒരു പരിഭ്രമമുണ്ട്, പ്രത്യേകിച്ച് മിത്രമോളുടെ മുഖത്ത്. എന്തൊക്കെയോ പേടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്താ പേടിച്ചിരിക്കുന്നത്? സത്യം പറയും, നീ വണ്ടി ഇടിച്ച ആൾക്കാരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയോ? നിങ്ങളായിട്ട് അടി ഉണ്ടാക്കിയോ? ഇല്ലച്ച, വണ്ടി ഇടിച്ചിട്ടൊന്നുമില്ല. ഞാന് വണ്ടി നിലത്തേക്ക് വീണതാ, റോട്ടിൽ നിന്ന് നിലത്തേക്ക് വീണതാ. വണ്ടി വേറെ വണ്ടിയിലേക്ക് ഇടിച്ചൊന്നുമല്ല. അല്ല, ഉണ്ടെങ്കിൽ പറ, ഇനി വേറെ വണ്ടിയിലേക്ക് ഇടിച്ചിട്ട് അവര് നിങ്ങളെ വഴക്ക് പറഞ്ഞോ, അവിടെ അടിപിടി ഉണ്ടായോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ? ഇല്ലച്ചാ, ഞാൻ പറയില്ല, അച്ഛനത്തെ എത്ര പ്രാവശ്യം വേണം, ചെളിയിൽ വീണതാണ്. ശരി, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. എന്താ വെച്ചാ എന്ന് പറഞ്ഞിട്ട് മിത്രയുടെ ബുക്ക് ബാലൻ എടുക്കാണ്. ശേഷം ആ ബുക്കിൽ നിന്ന് ഒരു പേപ്പർ കീറി എടുക്കുന്നുണ്ട്. ആ പേപ്പർ രണ്ടായിട്ട് മുറിക്കുകയാണ്. ശേഷം ഒരു കഷ്ണം ആര്യനും ഒരു കഷ്ണം മിത്രക്കും കൊടുക്കാണ്. എന്നിട്ട് പേന കൊടുക്കണ്ട്. അതെ, നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്ന ഒരു കാര്യം അതിൽ എഴുതാവോ? എന്താങ്കില് എഴുതാലോ എന്ന് മിത്ര പറയാണ്. ആര്യനും പറയണ്ട്, അതിനെന്താ, എഴുതാം എന്ന് പറയാണ്. എങ്കിലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം മുഖത്ത് നോക്കാതെ എഴുതണം. നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് ബൈക്കിൽ നിന്ന് വീണത്? വീണപ്പോ വലതോട്ടാണോ ഇടത്തോട്ടാണോ വീണത്? വീണ സമയത്ത് ആരാണ് ആദ്യം എഴുന്നേറ്റത് എന്നിങ്ങനെ ആ മൂന്ന് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറയാണ്. അത് കേൾക്കണതും ആര്യയും മിത്രനും പരസ്പരം മുഖത്തോട് മുഖം നോക്കാട്ടോ. എന്താ, നിങ്ങൾ എഴുതുന്നില്ലേ? അച്ഛൻ എന്താ ഇത് കുഞ്ഞി പിള്ളേരെ പോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യണത്? അല്ല, നിങ്ങൾ രണ്ടുപേരും പരസ്പര ബന്ധമുള്ള കാര്യങ്ങളാണ് പറയണത്. കണ്ടില്ലേ, നിങ്ങൾ വീണ സ്ഥലം പോലും നിങ്ങൾക്ക് ഓർമ്മയില്ല, ആരാ ആദ്യം എഴുന്നേറ്റൊന്നും ഓർമ്മയില്ല. അതൊക്കെ തന്നെ ഞാൻ ഇങ്ങനെ സംശയിക്കാൻ കാരണം. കുഴപ്പമില്ല, ഞാനിതൊന്നും മറക്കില്ല കേട്ടോ. എന്ത് മറക്കില്ലെന്ന്? അല്ല, വീണ കാര്യം നിങ്ങൾ മറന്നാലും ഞാൻ മറക്കില്ലെന്നാ പറഞ്ഞത്. ശരിയെന്നാ, ഇന്ന പേന എന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ്. പേന മറന്നു അല്ലേ എന്ന് പറഞ്ഞിട്ട് പേന കൊടുക്കാണ് മിത്രക്ക്. ശേഷം ബാലനെ അവിടെ നിന്ന് പോകുന്നുണ്ട്. മിത്ര പറയുന്നുണ്ട്,
മിത്ര പറയുന്നുണ്ട് കേട്ടോ. ആര്യ അങ്കിളിന് എന്തൊക്കെയോ സംശയം ഉണ്ടല്ലോ എന്ന് പറയാണ്. അത് സാരമില്ല, നോക്ക്, അത് സംശയമൊക്കെ ഉണ്ടാവും, നമ്മൾ എന്തായാലും വിട്ടു പറയാൻ നിൽക്കരുത്, ഒന്നും നമ്മൾ പറയരുത്, കേട്ടല്ലോ. ശരി ആര്യ, നിന്റെ കൂടെ ഞാനുണ്ട്, നീ എന്തിനാ പേടിക്കണത്? എന്തുണ്ടെങ്കിലും നമുക്ക് ഒരുമിച്ച് നേരിടാം. എന്താ, റെഡി അല്ലേ? ആര്യനുണ്ടെങ്കിൽ എനിക്കൊരു പേടിയില്ല ആര്യ എന്ന് മിത്ര പറയാണ്. രണ്ടുപേരും കൈ പിടിച്ച് അങ്ങനെ നിൽക്കുവാട്ടോ. ശേഷം ബാലൻ ഗോമതിയുടെ അടുത്തേക്ക് പോകണ്ട്. ഗോമതി, അവൻ എവിടെ വീണെന്നാ പറഞ്ഞത്? ബാലേട്ടൻ വന്നോ? അവനെ കണ്ടിരുന്നു. അവൻ ബൈക്കിന്ന് വീണെന്നാ പറഞ്ഞത്. എന്നിട്ട് അവൻ പറഞ്ഞത് നീ അങ്ങോട്ട് വിശ്വസിച്ചോ? അല്ല, അവൻ ബൈക്കിന്ന് വീണത് കണ്ടവര് പറഞ്ഞതാണോ അത് അവൻ പറഞ്ഞതാണോ? ഇതെന്ത് ക്വസ്റ്റ്യൻ ബാലേട്ട? കണ്ടവരാരാ ഇവിടെ വന്ന് പറയണത്? അവൻ പറഞ്ഞത് തന്നെയാ. എന്നാലേ അവൻ ബൈക്കിന്ന് വീണ പോലെ എനിക്ക് തോന്നണില്ല ഗോമതി. ബാലേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? ബൈക്കിന്ന് വീണതാന്ന്. അതെ, നീ അത് കണ്ടോ? അത് ബൈക്കിന്ന് വീണ മുറിവ് പോലും ഇല്ല. പിന്നെ രണ്ടുപേരും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. സാരില്ല, ഈ ബാലൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയാണ്. ഇനി അവരെന്തെങ്കിലും മറയ്ക്കുന്നുണ്ടെങ്കിൽ ബാലേട്ടനോട് പറയാൻ മടി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കും ബാലേട്ടൻ വഴക്കറന്ന് ഓർത്തിട്ട് ഒരു കാര്യം ചെയ്യാം, ആനന്ദിനോടോ ആകാശിനോടോ പറഞ്ഞിട്ട് ചോദിപ്പിക്കുക. അവരാകുമ്പോഴേക്കും ആര്യനോട് പറയില്ല, സത്യങ്ങളൊക്കെ അവരോട് പറഞ്ഞോളൂ. ബാലേട്ടൻ ഒരു കാര്യം ചെയ്യും, കടയിലേക്ക് പോകുമ്പോഴേ ആകാശിനോട് അവനൊന്ന് വിളിക്കാൻ പറ. അതിന് ആകാശ് എവിടെ ഇരിക്കുന്നു? അല്ല, അവൻ കടയിലില്ലേ? അവൻ കടയിലില്ല. പിന്നെ അവൻ എവിടെ പോയി? അവൻ വീട്ടിൽ പോയി. അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ബാലേട്ട. ഈ വീട്ടിലല്ല, അവന്റെ വീട് ഇപ്പൊ അതാണല്ലോ, മീനാക്ഷിയുടെ വീട്. അവൻ ഇന്നും അവിടെ പോയോ? പോയി. അവൻ ഇന്ന് വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ. വേണ്ട, ഇതിന്റെ പേര് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. നോക്ക്, മീനാക്ഷി കുറച്ച് കാര്യബോധമുള്ള പെൺകുട്ടിയാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അവൻ വരുമ്പോ വരട്ടെ എന്ന് പറയാണ്. ശേഷം ബാലൻ പറയണ്ട്, എന്തായാലും ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കാൻ പോണെന്ന് നിനക്കൊരു പേടിയുണ്ടല്ലോ. എനിക്കുണ്ട് ബാലേട്ടാ. നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ഗുരുവായൂർ വരെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കാണ്. ബാലേട്ടൻ എന്തായി പറഞ്ഞത്? ബാലേട്ടൻ എന്താ പറഞ്ഞത്? ഗുരുവായൂർ പോവാന്നോ? അതെ, നീ എന്താ അത് കേട്ടപ്പോ ഞെട്ടുന്നത്? എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാ നല്ലതല്ലേ? അതെ ബാലേട്ടാ. ശരി എന്ന് പറയണ അങ്ങനെ ഗോമതി ഇവിടെ നിന്ന് പോവാണ്. ഗോമതിയുടെ മുഖത്ത് ആ ഞെട്ടില് കാണുമ്പോ ബാലന് ചെറിയ സംശയമൊക്കെ തോന്നുക കേട്ടോ. അത് അത്രയും ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. ഇനിയിപ്പോ നാളെ കാണിക്കാൻ പോണത് ബാലൻ എന്തായാലും മിഥുന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കാര്യത്തിൽ ഒരു സംശയമില്ല. മിഥുൻ എന്തായാലും ഹോസ്പിറ്റലാണ്, മിഥുൻ മരിച്ചിട്ടുമില്ല. പക്ഷെ ഇതിന്റെ പേരിൽ ക്വസ്റ്റ്യൻസ് വരാൻ പോണത് ബാലന് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. കോമഡി സ്റ്റോഴ്സ് ബാലിന് നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഇന്ന പയ്യൻ ഇന്ന സ്ഥലത്ത് കിടക്കുമായിരുന്നു, അവിടെ നിന്ന് കൊണ്ടുവന്നു എന്നൊക്കെ പറയും. അങ്ങനെ പോലീസുകാരും ഇതിന്റെ ബോധം വരുമ്പോഴേക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കും കേട്ടോ. അങ്ങനെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മിഥുൻ എന്തായാലും ബാലൻ എന്തായാലും മിഥുനെ കണ്ട പരിചയമില്ലാത്തതുകൊണ്ടാണ് ബാലൻ സഹായിക്കുന്നത്. മിത്രനെ ഉപദ്രവിച്ച ആളാണെന്ന് പറഞ്ഞാൽ ബാലൻ ഒരിക്കലും സഹായിക്കില്ലായിരുന്നു. അങ്ങനെ മിത്രയും അതുപോലെ തന്നെ ആര്യനും കൂടി ചേർന്നിട്ടാണ് തന്നെ ഈ ഒരു കുഴിയിലേക്ക് കുഴിച്ചെന്നുള്ള കാര്യം മിഥുൻ എന്തായാലും പോലീസിനോട് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ മിഥുൻ ഒരു കാര്യം കൂടി പറയും, മിത്രനെ മിക്കവാറും സ്റ്റേഷന്റെ ഉള്ളിൽ, അതായത് ജയിലിലാക്കാൻ വേണ്ടിയിട്ടേ മിഥുൻ ശ്രമിക്കുള്ളൂ. ആര്യനെ അങ്ങനെ തന്നെ, രണ്ടുപേരും ജയിലിൽ കിടക്കണത് അത്രയും സന്തോഷം മിഥുന്. അതുകൊണ്ട് അവർക്കെതിരെ മൊഴി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അത് മാത്രല്ല, ഈ ഇങ്ങനത്തെ ഒരാള് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യം ബാലൻ ആരോടും പറയുന്നുമില്ല കേട്ടോ. അങ്ങനെ ബാലനിങ്ങനെ പറയാതിരുന്ന് പോലീസുകാരൊക്കെ അന്വേഷിച്ചു വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരാള് താൻ സഹായിച്ചിരുന്നു എന്ന് ബാലൻ പറയുന്നത്. അത് പറയുമ്പോഴും ആര്യനും ഇത്രക്കും മനസ്സിലാവുന്നില്ല. കാരണം അവരുടെ വിചാരത്തിൽ മിഥുൻ മരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഒരാൾ ചിലപ്പോൾ റോഡ് സൈഡിലാണല്ലോ കിടന്നത്. അപ്പൊ റോഡ് സൈഡിൽ കിടന്ന ആരെങ്കിലും അച്ഛൻ ഹെൽപ്പ് ചെയ്തതായിരിക്കും എന്നാണ് ഇത്രയും ആര്യനും വിചാരിക്കുള്ളൂ. എന്തായാലും പോലീസുകാർ ഉടനെ തന്നെ ദേവമംഗലത്ത് കയറി വരുന്നുണ്ട്. അതേസമയം നാളെ ആകാശിന് വയറ് നിറച്ചും കിട്ടും കേട്ടോ. കാരണം വണ്ടിയായിട്ട് ആകാശ് വരുമ്പോ തന്നെ ഇഷ്ടികയായിട്ടാണ് ബാലൻ ഓടുന്നത്. കാരണം വണ്ടിയുടെ മുകളിലിട്ട് ആ ചില്ല് എറിഞ്ഞൊടിക്കാനായിട്ട്. അപ്പോഴേക്കും ആരും കയറി പിടിക്കണ്ട് ബാലന്റെ കൈ. വെച്ച വേണ്ടച്ചാ, വേണ്ടെന്ന് പറയുമ്പോഴേക്കും വിടണ എന്റെ കൈ, ഞാനിത് തവിട് പൊടിയാക്കും എന്നൊക്കെ പറഞ്ഞ ബാലൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാണ്. എന്തായാലും മിത്രയും ആര്യനും ഒരു കുഴിയിൽ തന്നെ വീണെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ ആകാശിന്റെ സ്വഭാവം നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതിന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാക്കാം. പക്ഷെ മീനാക്ഷി അങ്ങനെയല്ല, മീനാക്ഷി ദേവമംഗലം തന്നെയാണ് വലുത് എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ആകാശ് ശരിക്കും മാറി. ആകാശിന് ഇപ്പൊ മീനാക്ഷിയുടെ വീട്ടുകാരെ മതി എന്നായി. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.